ട്രെയിനിൽ യാത്ര ചെയ്ത 19 വയസ്സുകാരി പെൺകുട്ടിയെ വർക്കല അയന്തിക്ക് സമീപം വെച്ച് ചവിട്ടി പുറത്തേക്ക് തള്ളി. പെൺകുട്ടി ട്രെയിനിൽ നിന്ന് താഴെ വീണു, ഗുരുതര പരിക്കേറ്റു. പെൺകുട്ടിയുടെ കൂട്ടുകാരി കൂടെ ശുചിമുറിയിൽ പോയി മടങ്ങി വരുമ്പം നല്ല തിരക്കുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. ഒരാൾ അവിടെ നിന്ന് ആ ശ്രീകുട്ടിയെ കാലിന് ചവിട്ടി റെയിൽവേ ആ ട്രെയിനിൻ്റെ ഡോറിൽ നിന്ന് വെളിയിലിട്ട് തള്ളി. കുട്ടി ട്രാക്കിൽ വീണു. ആ കുട്ടിയുടെ കൂട്ടുകാരി അവിടെ നിൽപ്പുണ്ടായി. ആ കുട്ടിയെയും അതിൻ്റെ പുറകിലെ ഇയാൾ ചവിട്ടി വെളിയിൽ തള്ളി. ആ കുട്ടി കമ്പിയിൽ പിടിച്ചു, ഡോറിൻ്റെ അടുത്തുള്ള കമ്പിയെ തൂങ്ങി അങ്ങനെ കിടന്നു. പെട്ടെന്ന് യാത്രക്കാരെല്ലാവരും കൂടി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. പക്ഷേ മറ്റേ കുട്ടി, ശ്രീകുട്ടി, പേയാടുകാരിയാണ്. അത് ട്രാക്കിൽ വീണു, പരിക്കുകളേറ്റ് അവിടെ കിടന്നു. 19 വയസ്സേ കുട്ടിക്കുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അവിടെ താഴെ വീണ് പരിക്കേറ്റ് കിടന്ന കുട്ടിയെ തൊട്ടടുത്ത് വന്ന മെമു ട്രെയിനിൽ കയറ്റി യാത്രക്കാർ അത് വർക്കല സ്റ്റേഷനിൽ എത്തിച്ചു. വർക്കലയിൽ നിന്ന് ആംബുലൻസിലെ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് കൊല്ലത്തേക്ക് കൊണ്ടുപോയി. ഇന്റേണലായിട്ട് രക്തസ്രാവമുണ്ട്, കൈക്കും തലയ്ക്കും ഗുരുതര പരിക്കുണ്ട്. ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയതുകൊണ്ട് ഇന്റേണൽ രക്തസ്രാവം നിലച്ചു എന്ന് തോന്നുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് അത് ഫലപ്പെട്ടു. അവിടുന്ന് നേരെ കുട്ടിയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിൽ പ്രാഥമിക പരിശോധനയിൽ വലിയ പ്രശ്നമില്ല എന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. എങ്കിലും തിങ്കളാഴ്ച ഇന്ന് വിദഗ്ധ ഡോക്ടർമാർ എല്ലാവരും കൂടി അടുത്ത ചികിത്സ എന്ത് വേണം, അടിയന്തരമായിട്ട് ഇനി ഓപ്പറേഷൻ വേണോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനമെടുക്കും. എന്തായാലും കുട്ടി ഗുരുതരാവസ്ഥ തന്നെയാണ്. എങ്കിലും വലിയ ഗുരുതര പരിക്കുണ്ടെങ്കിലും വലുതായിട്ട് പേടിക്കാനില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശ്രീകുട്ടിയുടെ അമ്മയും സഹോദരനും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഈ ശ്രീകുട്ടിയുടെ കൂട്ടുകാരി അർച്ചനയും ആലുവയിൽ നിന്നാണ് ഈ ട്രെയിനിൽ കയറിയത്. അവർ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. കോട്ടയത്തെത്തിയപ്പം സുരേഷ് കുമാർ എന്ന വെള്ളടക്കാരന് 52 വയസ്സുകാരനെ കയറി. നല്ലതായിട്ട് മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. അയാളും ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. അവിടെ വെച്ച് ഈ കുട്ടികള് രണ്ടുപേരും ശുചിമുറിയിൽ പോയി മടങ്ങി വരുന്ന സന്ദർഭത്തിലാണ് ഇയാൾക്ക് പിടിച്ചില്ല. ശ്രീകുട്ടിയുടെ പുറം നോക്കി ഒരു ചവിട്ട് കൊടുത്ത് ഡോറിൽ തുറന്നു കിടന്ന ഡോറിൽ കൂടെ വെളിയിൽ പോയി. മറ്റേ കുട്ടിയെ ചവിട്ടെങ്കിലും മറ്റേ കുട്ടി അർച്ചന കമ്പിയെ പിടിച്ചു തൂങ്ങി ആ ഡോറിൻ്റെ താഴെയുള്ള സ്റ്റെപ്പിൽ അവിടെ തൂങ്ങിക്കിടന്നു. യാത്രക്കാരെല്ലാവരും പെട്ടെന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഇത് കണ്ടിട്ട് ഉടൻ തന്നെ ട്രെയിനിൻ്റെ ചങ്ങല യാത്രക്കാർ വലിച്ചു. ട്രെയിൻ നിന്നു. യാത്രക്കാരെല്ലാവരും കൂടെ ഈ സുരേഷ് കുമാർ എന്ന കുടിയനെ പിടിച്ചു കെട്ടി. അയാളാണ് ചവിട്ടിയത്. പക്ഷെ അയാൾ കുറ്റം സമ്മതിക്കുന്ന ലക്ഷണങ്ങളൊന്നുമില്ല. അയാളെ പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിച്ച് അയാളെ വേളി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ കസ്റ്റഡിയിലെടുത്തു. അയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. അയാൾ ആ സമയത്ത് വളരെ വയലൻ്റായി. താൻ ബംഗാളിയാണെന്ന് പറഞ്ഞു. അപ്പം മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ ചോദിച്ചു. മദ്യപിച്ചിട്ടില്ല. അയാൾ കോട്ടയത്ത് നിന്ന് കയറിയപ്പോൾ നല്ലതായിട്ട് മദ്യപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോൾ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതും യാത്രക്കാർ കണ്ടു. പോലീസ് ഇയാളെ കസ്റ്റഡിയെടുത്ത് മദ്യപിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പം എവിടെ നിന്ന് എന്നാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ തന്നെ താനൊരു ബംഗാളിയാണ് എന്നും പറഞ്ഞു. ഈ പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ അത് ബംഗാളികളാണ് തള്ളിയിട്ടതെന്നും പറയുന്നുണ്ട്. മദ്യപാനം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണത്. ആ സമയത്തുള്ളതാണ്. പ്രതിയുടെ കുറ്റസമ്മതമൊന്നും ഇല്ലാത്ത ആവശ്യമില്ല. ധാരാളം യാത്രക്കാർ ഈ കുട്ടികളെ ചവിട്ടി വെളിയിൽ തള്ളുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിയുടെ കുറ്റസമ്മത മൊഴിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇവിടെ അറ്റംപ്റ്റ് ടു മർഡർ തന്നെ കേസെടുക്കേണ്ടി വരും. പേയാട് സ്വദേശിയായ ശ്രീകുട്ടിയുടെ അമ്മയും സഹോദരനും തിരുവനന്തപുരം
മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും വിദഗ്ധ ഡോക്ടർമാരെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇന്നാണത്. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ശസ്ത്രക്രിയ ചെയ്യണോ ഇല്ലയോ എന്ന് അവർ തീരുമാനിക്കും. നമുക്ക് സൗമ്യയാണ് ഓർമ്മ വരുന്നത്. ഇതുപോലെ യാത്ര ചെയ്യുന്ന സൗമ്യയെ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായിരുന്നപ്പം ഗോവിന്ദസ്വാമി ആ കമ്പാർട്ട്മെന്റ് ചവിട്ടി വെളി കളഞ്ഞു. അവിടെ നിന്ന് ആ കുട്ടിയെ വലിച്ച് കാട്ടിലോട്ട് കൊണ്ടുപോയി അതിനെ റേപ്പ് ചെയ്ത് കൊന്നു. ഇതൊക്കെ മലയാളിയുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. കഴിഞ്ഞ 14 വർഷമായിട്ട് 13 പേര് ട്രെയിനിനകത്ത് ഇതുപോലുള്ള അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് കണക്ക്. അർച്ചന ഏതായാലും ബാക്കി കൊണ്ട് രക്ഷപ്പെട്ടു. ഈ ആള് നല്ല മദ്യപാനിയാണ്. കോട്ടയത്തു നിന്നാണ് കയറിയത്. അയാളുടെ കൂടെ തീർച്ചയായിട്ടും കൂലിപ്പണി ചെയ്യുന്ന ഇത് ബംഗാളി ആയിരിക്കണം. അതാണ് അവരുടെ തലയിലോട്ട് വെച്ചു കൊടുത്തത്. ഇയാള് വെള്ളറുടെ ഉള്ള ആള് തന്നെ. അയാൾ ഇതിനു മുമ്പ് ഏതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് വ്യക്തതയില്ല. ഇയാളെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ സമയോചിതമായ ഓപ്പറേഷൻ കൊണ്ടായിരിക്കാം ആ കുട്ടി രക്ഷപ്പെട്ടത്. ഇന്റേണൽ ബ്ലീഡിങ് അത് പരിച്ഛേദം നിന്നു എന്നാണ് തോന്നുന്നത്. എങ്കിലും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അത് വാച്ച് ചെയ്യുന്നുണ്ട്. ബ്ലീഡിങ് ആയാലും ഇന്റേണലായിട്ട് നിന്നു. ആ കുട്ടി ഏതായാലും സ്റ്റേബിൾ കണ്ടീഷനിലാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ഇയാളുടെ പേരിൽ അറ്റംപ്റ്റ് ടു മർഡർ കേസെടുക്കും. 307 7 മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം. ആ മദ്യപാനിയെ കോടതിയിൽ ഹാജരാക്കി കോടതി അയാളെ റിമാൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്.